ക്രൈസ്തവ സംഗീത രംഗത്തെ അറിയപ്പെടുന്ന കലാകാരനാണ് ജോസ് പറക്കോട്. നിരവധി ഗാനങ്ങളുടെ ഈണം പകർന്ന ഈ കലാകാരൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തു സ്നേഹദീപമായി മാറിയ ആത്മീക അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുകയാണ് സാക്ഷ്യകൂടാരത്തിൻ്റെ ഈ അധ്യായത്തിൽ. ചെറുപ്രായത്തിൽ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് വിധിയെഴുതിയ ഡോക്ടർമാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കാഴ്ചശക്തി വീണ്ടെടുക്കാൻ കഴിഞ്ഞത് തികച്ചും ദൈവിക പ്രവൃത്തി തന്നെയാണെന്ന് ഈ ദൈവഭൃത്യൻ സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഈ ഒരു അവസരം വളരെ വിലപ്പെട്ടതായി ഞാൻ കാണുന്നു. എൻ്റെ പേര് ജോസ് പറക്കോട് എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ 1969 ജനിച്ചത്. എൻ്റെ മാതാപിതാക്കൾ അന്ന് ജോലിയോടുള്ള ബന്ധത്തിൽ വിവിധ ഇടങ്ങളിലായിരുന്നു. എൻ്റെ മാതാവ് ഒരു സ്പിന്നിങ് ടീച്ചറായിട്ട് കൊല്ലത്ത് ജോലിയിലായിരുന്നു. എൻ്റെ പിതാവ് ബാംഗ്ലൂരിൽ ഒരു ഔദ്യോഗിക പദവിയിൽ ആയിരുന്ന സമയത്ത് അവരുടെ വിവാഹം നടന്നു. അങ്ങനെ 1969 ഞാൻ ജനിച്ചു. ശേഷം ഒരു 5-6 വയസ്സ് കഴിഞ്ഞപ്പോൾ 1976 കാലഘട്ടങ്ങളിൽ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് എൻ്റെ 2 കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ടു പോയ ഒരാളാണ് എന്ന് മനസ്സിലാക്കി. ഒരു സ്റ്റുഡിയോയിൽ ഫോട്ടോ എടുക്കാൻ നേരത്ത് എൻ്റെ കണ്ണ് നേരെ സ്ട്രെയിറ്റായിട്ട് നോക്കാൻ കഴിയാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ആ സ്റ്റുഡിയോക്കാരനാണ് പറഞ്ഞത് കുഞ്ഞിൻ്റെ കണ്ണിനെന്തോ പ്രോബ്ലം ഉണ്ടെന്ന്. അതനുസരിച്ച് എന്നെ വിവിധ ഹോസ്പിറ്റലുകളിൽ ചികിത്സയ്ക്കായിട്ട് വിധേയനാക്കി. അവസാനമായിട്ട് കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഡോക്ടർ മോഹനദാസ് ഇങ്ങനെയാണ് പറഞ്ഞത്: ഈ കുട്ടിക്ക് കാഴ്ച ലഭിക്കും, എന്നാൽ 2 പേര് തമ്മിൽ നടന്നു പോകുമ്പോൾ മുട്ടാതിരിക്കാനുള്ള കാഴ്ചയെ കിട്ടുകയുള്ളൂ എന്ന് അത് ഡോക്ടർ പറഞ്ഞു. അന്നത്തെ ചികിത്സാ രീതി അനുസരിച്ച് അന്നത്തെ സൗകര്യങ്ങൾ വളരെ ചുരുങ്ങിയ സാഹചര്യങ്ങളായിരുന്നു. അന്ന് ഇന്നത്തെ പോലെയുള്ള സംവിധാനങ്ങളില്ലാത്ത ഒരു കാലത്ത് ഈ തിമിരം എന്ന് പറയുന്ന പ്രയാസം എൻ്റെ ചെറിയ പ്രായത്തിൽ എനിക്കുണ്ടായി. അങ്ങനെ ഒരു 8 മൈനർ ഓപ്പറേഷനുകളിലൂടെ എൻ്റെ കണ്ണിനകത്തെ തിമിരത്തെ നീക്കം ചെയ്യുകയായിരുന്നു ചെയ്തത്. പക്ഷേ എന്നാൽ ആ പൂർണ്ണമായി നീക്കം ചെയ്യാനായിട്ട് ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ല. 2 പേര് തമ്മിൽ നടന്നു പോകുമ്പോൾ മുട്ടാതിരിക്കാനുള്ള കാഴ്ച കിട്ടുകയുള്ളെന്ന് പറഞ്ഞതനുസരിച്ച് ആ ഡോക്ടർ അവസാനം എൻ്റെ മാതാപിതാക്കളോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു: നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ വിശ്വസിച്ച ദൈവത്തോട് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ നിമിഷത്തിൽ തന്നെ ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ കൂടാതെ തന്നെ എൻ്റെ ആ കണ്ണിൻ്റെ പ്രയാസങ്ങൾ മാറി സൗഖ്യമുള്ളവനായി തീർന്നു. പിന്നീട് ചില നാളുകൾ ഞാൻ പുതിയ ലെൻസുകൾ മാറി പുറത്ത് വെക്കേണ്ടി വന്നു. ഇപ്പോഴും ഞാൻ കണ്ണട ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലും പണ്ട് ഉപയോഗിച്ച എന്നെ പരിചയമുള്ള ആളുകൾക്കെല്ലാം എന്നെപ്പറ്റി നന്നായിട്ട് അറിയാം. വലിയ കട്ടിയുള്ള കണ്ണടയായിരുന്നു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതിൽ നിന്ന് ഒത്തിരി വ്യത്യാസം ദൈവം എനിക്ക് നൽകി. അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ഒരു ഹാർമോണിയം വാങ്ങി തന്നു. അങ്ങനെ ഞാൻ തനിയെ ചില ഗാനങ്ങൾ അതിൽ വായിച്ച് പഠിക്കാനായിട്ട് തുടങ്ങി. സ്തുതിപ്പിൻ യേശുദേവനെ, സ്തുതിഗീതം പാടുക നാം എന്നൊക്കെയുള്ള പഴയ ചില ഗാനങ്ങൾ വായിച്ച് പഠിക്കാൻ തുടങ്ങി. ഇത് എൻ്റെ വീട്ടിൽ സന്ദർശനത്തിനായി വന്ന ചില ദൈവദാസന്മാർ, ചില സഹോദരങ്ങൾ അത് മനസ്സിലാക്കി അവരുടെ പ്രോഗ്രാമുകളിൽ എന്നെ ഉൾപ്പെടുത്താനായിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ 1983 ഞാൻ SSLC പരീക്ഷ എഴുതി കഴിഞ്ഞ് അതിൻ്റെ അവധിക്കാലത്ത് അതിലൊരു വെട്ടിയാർ ലാസർ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ എന്നെ ഒരു പ്രോഗ്രാമിനായിട്ട് കൊണ്ടുപോയി. കൈതപ്പുറമ്പിലുള്ള ഒരു ഭവനത്തിൻ്റെ അങ്കണത്തിൽ നടന്ന കൺവെൻഷനിൽ എന്നെ കൊണ്ടുപോയി. അങ്ങനെ അവിടെ വെച്ച്
ഞാൻ ഈ ഹാർമോണിയം വായിക്കാനായിട്ട് ആദ്യമായിട്ടൊരവസരം, ഒരു വേദി എനിക്ക് ലഭിച്ചു. അവിടെ വായിക്കുന്ന സമയത്ത് എനിക്ക് വേണ്ട നിലയിൽ ഇത് വായിക്കാനായിട്ട് അറിയില്ലായിരുന്നു. അന്നേരം മെയിനായിട്ട് ഈ പ്രോഗ്രാമിന് പാട്ടുകൾക്ക് വായിക്കാനായിട്ട് മറ്റൊരു ദൈവദാസൻ സഹോദരൻ അവിടെ അന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പഴകുളം തങ്കച്ചൻ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ്. അദ്ദേഹം ഒരു മ്യൂസിഷ്യനായിരുന്നു, അന്നേ വലിയ ഒരു മ്യൂസിഷ്യനായിരുന്നു, ഒരു അക്കോർഡിസ്റ്റായിരുന്നു. പിന്നെ ചില കാലങ്ങൾ കഴിഞ്ഞു, എനിക്ക് പല വേദികളും നഷ്ടപ്പെട്ട അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. പലരും എന്നെ അകറ്റി നിർത്തിയ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു പ്രോഗ്രാമിന് വേണ്ടി എന്നോട് രാവിലെ 10 മണിക്ക് പറക്കോട് ജംഗ്ഷനിൽ വരണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ ഹാർമോണിയമായിട്ട് 10 മണിക്ക് തന്നെ പറക്കോട് ജംഗ്ഷനിൽ വെയിറ്റ് ഷെഡിൽ വന്ന് കാത്തിരുന്നു. പക്ഷേ വൈകിട്ട് 5:30 വരെ ആയിട്ടും ആരെയും കണ്ടില്ല. ആ പ്രോഗ്രാമിന് അവർ എന്നെ മനഃപൂർവ്വമായിട്ട് മാറ്റി നിർത്തുകയായിരുന്നു. കാര്യം അവർക്ക് ഹാർമോണിയം വേറെ എവിടുന്നോ ലഭിച്ചിരുന്നു. അങ്ങനെ ഞാൻ നിരാശയോടെ എൻ്റെ വീട്ടിലേക്ക് പോയി. എന്നാൽ എൻ്റെ ഹൃദയത്തിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ സംഗീത ഉപകരണങ്ങൾ നന്നായിട്ട് പഠിക്കണമെന്ന്. അങ്ങനെ ഞാൻ അത് പഠിക്കാൻ വേണ്ടി പിന്നെ അവസരങ്ങൾ തേടി. എൻ്റെ കോളേജ് ജീവിതം ഒക്കെ ആയി 1984-86 കാലഘട്ടങ്ങളിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് പല അധ്യാപകരെയും എനിക്ക് ലഭിച്ചു. പിന്നീടുള്ള ചില നാളുകൾ അനേകം വേദികൾ എനിക്ക് ലഭിക്കാനായിട്ട് ഇടയായി. ചില ആളുകൾ എന്നെ പ്രോഗ്രാമിന് വേണ്ടി ക്ഷണിച്ചു. ക്രിസ്ത്യൻ ഡിവോഷണൽ സിംഗേഴ്സ്, ഇമ്മാനുവൽ വോയിസ്, ഗിൽഗാൽ ഗോസ്പൽ ടീം, അതുപോലെ ന്യൂ ലൈഫ് ഗോസ്പൽ ട്യൂണേഴ്സ്, കൊല്ലം ഡോക്ടർ പോൾ ചന്ദ്രൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ടീമിലേക്ക് എന്നെ ക്ഷണിച്ചു. അതിനുശേഷമായിട്ട് 1993 കാലഘട്ടങ്ങളിൽ ഞാൻ ICPFൻ്റെ ഏഞ്ചലോസ് എന്ന് പറയുന്ന ആ സംഗീത വിഭാഗത്തിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ദൈവം അവസരം നൽകി. 1993 മുതൽ ICPFൻ്റെ ഏഞ്ചലോസ് എന്ന് പറയുന്ന സംഗീത വിഭാഗത്തിൽ ഒരു കീബോർഡിസ്റ്റായിട്ട് പ്രവർത്തിക്കാൻ ദൈവം അവസരം നൽകി. അടുത്ത 5-ലധികം വർഷങ്ങൾ ആ ടീമിനോട് ചേർന്ന് പ്രവർത്തിച്ചു. അനേക വേദികൾ, അനേക ഉന്നതന്മാരോട് കൂടെ പ്രവർത്തിക്കാനും ദൈവം അവസരം നൽകി. ആ കാലഘട്ടങ്ങളിലൊക്കെ 90 കാലഘട്ടങ്ങൾ മുതൽ വിവിധ കാസറ്റുകൾ റെക്കോർഡ് ചെയ്യാനായിട്ട്, അനേകം പാട്ടുകൾ റെക്കോർഡ് ചെയ്യാനായിട്ട് ആദ്യമായി കരുനാഗപ്പള്ളിയിലുള്ള ശ്രീരാജ് സ്റ്റുഡിയോയിൽ 90-ൽ ഒരു വർക്ക് സ്വർഗ്ഗനാടെന്ന് പറയുന്ന ഒരു കാസറ്റ് ചെയ്യാനായിട്ട് എനിക്ക് അവസരം നൽകി. അന്നത്തെ സംവിധാനം അനുസരിച്ച് ഒരു 10 പാട്ടുകൾ ഒരുമിച്ച് ചെയ്യുന്ന രീതിയായിരുന്നു. അന്ന് മുതൽ ചില കാസറ്റുകൾ വർക്ക് ചെയ്യാനായിട്ട്, അനേകം പാട്ടുകൾ ട്യൂൺ ചെയ്യുവാനും, അനേകം പാട്ടുകൾ എഴുതാനും, അനേകരുടെ വർക്കുകൾ ചെയ്യാനായിട്ടും കർത്താവ് അവസരം നൽകി. 97 ഒക്ടോബർ 11-ാം തീയതി എൻ്റെ വിവാഹം നടന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗായികയാണ് ദൈവം എൻ്റെ ജീവിത പങ്കാളിയായിട്ട് കൂടെ തന്നത്. ലിസി ജോസ് എന്ന് അറിയപ്പെടുന്ന ഗായിക 80 കാലഘട്ടങ്ങളിൽ വിശ്വാണി റേഡിയോയിൽ രാവിലെ കേൾക്കുന്ന പ്രഭാത സന്ദേശത്തിൽ മനം തളർന്നിടുമ്പോൾ, ഉള്ളം കലങ്ങിടുമ്പോൾ, എൻ ജീവകാലം ഞാൻ പാടുമേ, നേരം പോയി സന്ധ്യയായി തുടങ്ങിയ ഗാനങ്ങൾ എല്ലാ ദിവസവും രാവിലെ നമ്മളൊക്കെ ഒരുപക്ഷെ ഈ പ്രഭാഷണം കേൾക്കുന്ന ആളുകൾ പോലും കേട്ടിട്ടുണ്ടാകാം. ഞാനും ആ കാലഘട്ടങ്ങളിൽ അവരുടെ പാട്ടുകൾ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ പിൽക്കാലത്ത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഞങ്ങൾക്കൊരുമിച്ച് കർത്താവ് ഒരു കുടുംബജീവിതം നൽകി. 2000 ആയപ്പോൾ ഞങ്ങൾക്ക് ഒരു തലമുറയെ ദൈവം നൽകി. ടോണിയ എന്നാണ് ആദ്യത്തെ മോളുടെ പേര്. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളെ ദൈവം ദാനമായി നൽകി. ആദ്യം 2000-ൽ 2 കാര്യങ്ങൾ പിറവിയെടുത്തു. സ്വന്തമായി ഒരു മ്യൂസിക് ടീം ആരംഭിക്കാനായിട്ട് കർത്താവ് അവസരം നൽകി. അങ്ങനെ 2000-ൽ എനിക്കൊരു മകളെയും ദൈവം ദാനമായി നൽകി. പിൻകാലത്ത് ചില നിലവാരത്തിൽ ദൈവം എന്നെ ഉപയോഗിക്കുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ മ്യൂസിക് മാത്രമല്ല,
ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള മറ്റുദ്ദേശങ്ങളുണ്ടായിരുന്നു. ദൈവത്തെക്കുറിച്ച് പറയുവാൻ, ദൈവത്തെ പ്രകീർത്തിക്കുവാൻ, അനേകരോട് ദൈവത്തെക്കുറിച്ച് പാടുവാനും പറയുവാനും ദൈവിക സന്തോഷത്തിലേക്ക് അനേകരെ കൊണ്ടുവരുവാനുമുള്ള ഒരു ആത്മനിയോഗം എനിക്ക് ലഭിച്ചു. അങ്ങനെ 2000 മുതൽ പൊതു രംഗത്ത് പലവിധമായ ശുശ്രൂഷകൾ ദൈവം എനിക്ക് നൽകി. അനേക ആളുകൾ മദ്യത്തിനും മയക്കുമരുന്നിനുമായിരുന്ന അടിമകളായിരുന്ന അനേകരെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാൻ അതിലൂടെ ഒരവസരം ദൈവം എനിക്ക് ദാനമായി നൽകി. ഇതിൻ്റെ ഇടയിൽ വിവിധമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. 90 കാലഘട്ടങ്ങളിൽ ഞാൻ ന്യൂ ലൈഫ് ഗോസ്പൽ ടൂണേഴ്സിലായിരുന്നപ്പോൾ അന്ന് എൻ്റെ പല പാട്ടുകളും മാരാമൺ കൺവെൻഷൻ ഗീതങ്ങളിൽ വന്നിട്ടുണ്ട്. അതിൽ ഒരു പാട്ട് മാരാമണിൽ വരാനുള്ള ഒരു അനുഭവം എനിക്കുണ്ടായത്, ഞാൻ 90കളിൽ ന്യൂ ലൈഫ് ഗോസ്പൽ ടൂണേഴ്സിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ നെയ്യാറ്റിങ്കരയ്ക്ക് അടുത്ത ഒരു സ്ഥലത്ത് ഒരു AG കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഞങ്ങൾ പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എനിക്കൊരു ശാരീരിക പ്രയാസമുണ്ടായി. അപ്പോൾ ഡോക്ടർ പരിശോധിച്ചു, ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ അത് ന്യൂമോണിയ ആണെന്ന് മനസ്സിലായി. അങ്ങനെ റെസ്റ്റ് പറഞ്ഞ സ്ഥാനത്ത് റെസ്റ്റ് എടുക്കാൻ കഴിയാത്ത നിലയിൽ ഞങ്ങൾ പ്രോഗ്രാമിലായിരുന്നു. എങ്കിലും പ്രോഗ്രാം ഇല്ലാത്ത സമയത്ത് പുറകിൽ ഉള്ള ഹോളിലൊക്കെ ചെറിയ റൂമുകളിലൊക്കെ ഞാൻ വിശ്രമിക്കുകയായിരുന്നു. ഒരു പ്രാവശ്യം ഈ വിശ്രമവേളയിൽ എൻ്റെ ബോധം നഷ്ടപ്പെട്ടു പോയി. മരിച്ചവനെ പോലെ ഞാനൊരു റൂമിനകത്ത് കിടക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. എൻ്റെ വശത്തുകൂടെ പല സഹോദരങ്ങളും ഇങ്ങനെ നടന്നുപോയി. പക്ഷേ അവരോടൊന്നും സംസാരിക്കാനായിട്ട് എനിക്ക് കഴിയാത്ത ഒരു അനുഭവം ഉണ്ടായി. എൻ്റെ നാഡീവ്യൂഹത്തിൻ്റെ സകല പ്രവർത്തനവും നിലച്ചു എന്നെനിക്ക് മനസ്സിലായി. അവരെ വിളിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് അല്പം ദാഹജലം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതൊന്നും ചോദിക്കാൻ പറ്റാത്ത നിലയിൽ എൻ്റെ നാക്ക് താണുപോയ ഒരു അനുഭവം ഉണ്ടായി. ആ സമയത്ത് ഞാൻ എൻ്റെ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, എനിക്ക് ഒരു ജീവിതം നീ തരികയാണെങ്കിൽ അങ്ങയുടെ നാമത്തിന് വേണ്ടി ഞാൻ ഈ നാവിനെ ഉപയോഗിക്കാം, ഈ ആരോഗ്യത്തെ, ശരീരത്തെ ഞാൻ ഉപയോഗിക്കാമെന്ന് ദൈവത്തോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആ സമയം തന്നെ ഒരു ദൈവശക്തി എൻ്റെ മേൽ വരുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ ആ കിടക്ക വിട്ട് ചാടി എഴുന്നേറ്റ് അറിയാതെ നൃത്തം ചെയ്തു പോയി, തുള്ളിച്ചാടിപ്പോയി. അത്ര സന്തോഷം എനിക്ക് ആ ജീവിതത്തിൽ അന്ന് എനിക്കുണ്ടായി. അന്ന് വൈകിട്ട് ഒരു വേദിയിൽ നിന്ന് ദൈവത്തെ ഉയർത്തുമ്പോൾ എനിക്ക് അല്പമല്ലാത്ത സന്തോഷം എനിക്ക് അനുഭവപ്പെട്ടു. ഞാനന്ന് അറിയാതെ ചില വരികൾ എഴുതി വെച്ചതാണ്. പിന്നീട് മാരാമൺ കൺവെൻഷനിൽ ആ പാട്ട് ഇങ്ങനെയാണ് വന്നത്: യേശുവിൽ ആശ്രയം വെച്ചിടുക, അവൻ തന്നെ ആശ്രയമായിരിക്കുക, ഏതൊരു ഖേദവും വരികില്ലിനി, യേശുവാണ് എന്നോട് സങ്കേതമേ എന്ന ആ പാട്ട് ആദ്യമായി മാരാമൺ കൺവെൻഷനിൽ വരാനായിട്ട് ദൈവം അവസരം നൽകി. പിന്നീട് പല പാട്ടുകളും ഞാൻ ചെയ്തിട്ടുള്ള പാട്ടുകൾ പലതും മാരാമൺ കൺവെൻഷനിൽ വന്നിട്ടുണ്ട്. 2000-ൽ ഞങ്ങൾ സ്വന്തമായി ചില പ്രോഗ്രാമുകൾ നടത്താനായിട്ട് ദൈവം അവസരം നൽകി. എൻ്റെ വൈഫും മനോഹരമായി പാടും. എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരും കർത്താവിനെ ഉയർത്തുന്നു. അവരും നല്ല നിലയിൽ, മൂത്തയാൾ കീബോർഡ് വായിക്കുകയും ഇളയാൾ നല്ല പാട്ട് പാടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പല വേദികളിൽ കർത്താവിനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ 2009-ൽ എനിക്ക് ഒരു അനുഭവം ഉണ്ടായത്, ഞാനൊരു പ്രോഗ്രാമിന് വേണ്ടി ഇവിടുന്ന് ചണ്ണപ്പേട്ടയുള്ള ഒരു ഗ്രൗണ്ടിലേക്ക് ബൈക്ക് ഓടിച്ച് പോകുന്ന സമയത്ത്, ഉച്ച കഴിഞ്ഞ സമയത്ത് ഞാൻ ബൈക്ക് ഓടിച്ച് തന്നെ ഉറങ്ങിപ്പോയി. ചില നിമിഷങ്ങൾ ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഒരു ഗട്ടറിൽ വീണിട്ട് ഞാൻ അബോധാവസ്ഥയിലേക്ക് പോയി. എൻ്റെ ഈ വലതുകാലിൻ്റെ ലിഗമെൻ്റ് തകർന്നു പോയെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. അടുത്ത പൊയ്യാനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഡോക്ടർ പറഞ്ഞപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. എൻ്റെ സഹോദരിയും കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് അവരെ പോലും കണ്ടിട്ട് എനിക്ക് മനസ്സിലാകാത്ത ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെ എൻ്റെ ബോധം നഷ്ടപ്പെട്ടു പോയ ഒരനുഭവം അന്നുണ്ടായി. പിന്നീട് ഡോക്ടർ പറഞ്ഞത് ഇത് ഓപ്പറേഷൻ ചെയ്യണം, അതിനുശേഷമേ എന്തെങ്കിലും നടക്കാനായിട്ട് കഴിയുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും ഓപ്പറേഷൻ കൂടാതെ അന്ന് പ്രഭാതത്തിൽ എന്നെ സൗഖ്യമാക്കിയ ദൈവത്തിൻ്റെ കാര്യം ഞാൻ അനുഭവിച്ചറിഞ്ഞു. തലേദിവസം രാത്രിയിൽ ചില ദൈവദാസന്മാർ വന്ന് എൻ്റെ കാലിൽ കരം വെച്ച് അവർ പ്രാർത്ഥിച്ചു. അടുത്ത പ്രഭാതത്തിൽ
ഡോക്ടർ പറഞ്ഞു ഒരു എക്സ്റേയും കൂടെ ഒന്ന് എടുത്ത് നോക്കണം എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ഇനി ഓപ്പറേഷൻ വേണ്ട, ഈ കാലിൽ എന്തോ അത്ഭുതം നടന്നിട്ടുണ്ട് എന്ന് ഡോക്ടർ പറയുന്നത് കേൾക്കാൻ ദൈവം അവസരം നൽകി. പിന്നീട് എൻ്റെ ഈ കാല് മുഴുവനും ഒരു പ്ലാസ്റ്റർ ഇട്ട് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഒരു 3 മാസം ഈ പ്ലാസ്റ്റർ കിടക്കണം, അതിനുശേഷം 1 വർഷം കഴിഞ്ഞിട്ടേ നടക്കാൻ കഴിയുള്ളൂ എന്ന് ഡോക്ടർ വിധി എഴുതി. പക്ഷേ ദൈവത്തിൻ്റെ അത്ഭുതകരം ഞാൻ അവിടെയും അനുഭവിച്ചറിഞ്ഞു. കിടക്കയിൽ ഞാൻ എൻ്റെ വീട്ടിൽ കിടക്കുന്ന സമയത്ത് ഒരു പേപ്പറും പേനയും എടുത്ത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ വന്ന ചില വരികൾ ആ പേപ്പറിൽ എഴുതി വെച്ചു. ഞാൻ അടുത്ത ആഴ്ച എൻ്റെ സഭാ ഹാളിലേക്ക് ആരാധനയ്ക്കായിട്ട് പോകും. ചില നാളുകളായിട്ട് പ്രാർത്ഥനയ്ക്കോ ആരാധനയ്ക്കോ അങ്ങനെ പോകാൻ പറ്റാതെ വലിയ നിരാശയോടെ ഞാനായിരുന്നു. ഞാനൊരു തീരുമാനത്തോട് ദൈവത്തോട് പറഞ്ഞു, അടുത്ത ആഴ്ച മുതൽ ഞാൻ ആരാധനയ്ക്ക് പോകും. പക്ഷേ ഡോക്ടർ പറഞ്ഞേക്കുന്നത് 1 വർഷം കഴിഞ്ഞേ നടക്കാൻ പറ്റുള്ളൂ എന്നാണ്. 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ തീരുമാനം എടുത്ത് എൻ്റെ പേപ്പറിൽ എഴുതി വെച്ചു, ഈ ആരാധന എൻ്റെ വിടുതലായിരിക്കും, ഈ ആരാധന എൻ്റെ സന്തോഷമായിരിക്കും, ഈ ആരാധന എൻ്റെ ആനന്ദമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞ് എഴുതി വെച്ചു. പിൽക്കാലത്ത് ദൈവം അതൊരു നല്ല മനോഹരമായ ഗാനമാക്കി തീർക്കുവാനായിട്ട് ദൈവം അവസരം നൽകി. അതിൻ്റെ പിന്നിലെ രഹസ്യം അനേകരുടെ പ്രാർത്ഥന അതിൻ്റെ പിന്നിലുണ്ട്. അടുത്ത ആഴ്ചയിൽ ഞാൻ വിശ്വാസത്തോടെ ഈ പ്ലാസ്റ്റർ ഇളക്കി മാറ്റിയിട്ട് ഞാൻ ചർച്ച് ഹാളിലേക്ക് പോയി. ഞാൻ അന്ന് സ്ട്രെച്ചസൊക്കെ വെച്ച് അതിലെ ഒരു വടി ഹോളിൻ്റെ മുമ്പിൽ ചാരി വെച്ച് അടുത്ത വടിയുമായിട്ട് ചരിഞ്ഞ് ഞാൻ ആ സ്റ്റേജിൽ ചെന്നു. കീബോർഡൊക്കെ ഓൺ ചെയ്തു. ഞാൻ പാട്ട് പാടാൻ ആരംഭിച്ചപ്പോൾ വലിയൊരു ദൈവസാന്നിധ്യം എൻ്റെ മേൽ ഇറങ്ങി വന്നു. അന്ന് ചിറക വെച്ച പക്ഷിയെ പോലെ ഞാൻ പറന്ന് നടക്കുന്ന ഒരനുഭവം എനിക്കുണ്ടായി. ഈ ആരാധന എൻ്റെ വിടുതലാണ് എന്ന് ഞാനിങ്ങനെ അറിയാതെ പാടി തുടങ്ങി. ഈ ആരാധന എൻ്റെ ആനന്ദമാണ് എന്ന് അങ്ങനെ പാടി ജനത്തിൻ്റെ ഇടയിലൂടെ ഈ ഒരു പക്ഷി പറക്കുന്നത് പോലെ ഞാൻ പറന്നു നടന്നു. എല്ലാവരും ആ പാട്ടിൻ്റെ വരികൾ ഏറ്റുപാടി, ഈ ആരാധന എൻ്റെ വിടുതലാണ്, ഈ ആരാധന എൻ്റെ ആനന്ദമാണ് എന്ന്. പിൽക്കാലത്ത് അത് പലരും CD-കളിൽ പുറത്തിറക്കാൻ അവസരമുണ്ടായി. പല വേദികളിലും പാടുവാനായിട്ട് ദൈവം അവസരം നൽകി. യൂട്യൂബിൽ പലരും ആ ഗാനം പാടിയിട്ടുണ്ട്. ആരാധിപ്പാൻ യോഗ്യനെൻ്റെ യേശു മാത്രം, സ്തുതികൾക്ക് യോഗ്യനെൻ്റെ യേശു മാത്രം, പുകഴ്ചകൾക്ക് യോഗ്യനെൻ്റെ യേശു മാത്രം, ബഹുമാനത്തിന് യോഗ്യനെൻ്റെ യേശു മാത്രം. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ പിന്നീടും ചില ആക്സിഡൻറ്റുകൾ എനിക്ക് നേരിട്ടു. ഞാനും എൻ്റെ വൈഫും ഇളയ കുഞ്ഞ് അന്ന് 2 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ 2009 കാലത്തിൽ എനിക്ക് വീണ്ടും ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. എൻ്റെ വാഹനത്തിൽ മറ്റൊരു ബൈക്ക് വന്ന് ഇടിച്ചിട്ട് ഞങ്ങൾ തെറിച്ച് റോഡിൽ വീണു. ഞങ്ങളുടെ മുമ്പിൽ പുറകിലുമൊക്കെ വാഹനങ്ങൾ വന്ന് ബ്ലോക്കായി നിന്ന ഒരു അനുഭവം ഉണ്ടായി. പക്ഷേ ഒരു പോറൽ പോലും ഏൽക്കാതെ ദൈവം ഞങ്ങളെ 3 പേരെയും വിടുവിച്ചത് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഈ പാട്ടിൻ്റെ വരികളുടെ കൂടെ മറ്റൊരു വരി എഴുതി ചേർക്കാൻ ദൈവം അവസരം നൽകി. അനർത്ഥങ്ങൾ അനവധി വന്നിടിലും, ആപത്തുകൾ അനവധി വന്നിടിലും വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവൻ വഴിയിൽ ഇട്ടിട്ട് പോകുന്ന ദൈവമല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആ വരികളൂടെ ചേർത്തെഴുതാൻ ദൈവം അവസരം നൽകി. ഇന്ന് അനേകർ പാടി ആശ്വസിക്കുന്ന ഒരു ഗാനമായിട്ടത് പുറത്തു വരുവാൻ കർത്താവ് അവസരം നൽകി. അങ്ങനെ വിവിധ അനുഭവങ്ങളിലൂടെയാണ് ഈ ഭാഗത്തേക്ക് ഞാൻ കടന്നു വരാനായിട്ട് ദൈവം അവസരം ഒരുക്കിയത്. എന്നെപ്പറ്റി ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉള്ളതുകൊണ്ട് 2009 എൻ്റെ വീട്ടിൽ ആരംഭിച്ച ഒരു ചെറിയ പ്രയർ ഗ്രൂപ്പാണ് അത് വളർന്ന് ഒരു ദൈവസഭയായിട്ട് രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം അവസരം നൽകി. ഇപ്പോൾ ഞാൻ പട്ടാഴിമുക്കിലുള്ള പ്രൈസ് ലാൻഡ് വർഷിപ്പ് സെൻറ്ററിൽ
കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അവിടെ അനേകരോട് സുവിശേഷം പറയുവാൻ, അനേക ആത്മാക്കളെ നേടുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. കുടുംബമായി ദൈവം ഞങ്ങളെ ഉപയോഗിക്കുന്നു. ദൈവസഭയെ ദൈവം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. പല അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ടെങ്കിലും മരണകരമായ ചില ആപത്തുകളിൽ നിന്ന്, വലിയ അനർത്ഥങ്ങളിൽ നിന്ന് ദൈവം എന്നെ വിടുവിക്കുന്നത്, നേരിട്ട് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് എന്നെ വിടുവിക്കുന്നത്, എൻ്റെ കുടുംബത്തെ വിടുവിക്കുന്നത് ഞങ്ങൾ പലപ്പോഴും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ഒരു വിശ്വാസവും പ്രത്യാശയും പ്രതീക്ഷയും ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കൈമാറുകയാണ്. ദൈവം നിങ്ങളുടെ പ്രതിസന്ധികളിൽ, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ ദൂതന്മാർ നിങ്ങൾക്ക് കാവലിറങ്ങട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അനുഭവങ്ങളിൽ ചാലിച്ച ആത്മീക ഗീതങ്ങളുടെ വരികൾക്കൊപ്പം സ്വന്തം ജീവിതത്തിൽ അടുത്തറിഞ്ഞ ദൈവിക സന്തോഷവും സമാധാനവും ഈ ക്രിസ്തീയ കലാകാരൻ്റെ തുടർന്നുള്ള ജീവിതത്തിൽ ആത്മീക അടിസ്ഥാനമാവുകയാണ്. ഈ അനുഭവങ്ങൾ നമ്മുടെ അകക്കണ്ണുകളെ പ്രകാശിപ്പിക്കട്ടെ. യേശുവിൻ സ്നേഹം പകർന്നിടുവാൻ, യേശുവിൻ സാക്ഷിയായി